How much? 60. MG Menon? ഉണ്ട്. ഇരിക്കൂ. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഓ ഐ സി. മിസ് സ്റ്റെല്ല, പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു സർ. മിസ്റ്റർ ഫെർണാണ്ടസ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം നിങ്ങളെക്കുറിച്ച് വളരെ വിശദമായി എനിക്ക് എഴുതിയിരുന്നു. സാറിനെ കുറിച്ച് എനിക്കും എന്റെ സിൻസിയർ സേവനം ഞാനും പ്രോമിസ് ചെയ്യുന്നു. താങ്ക് യു. അതിനു മുമ്പ് അല്പം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞാനും എന്റെ കുടുംബവും വർഷങ്ങളായി സിംഗപ്പൂരിലായിരുന്നു. അവിടെ വെച്ച് എന്റെ ഭാര്യ മരിച്ചു. അവളുടെ ഓർമ്മകളുമായി വീണ്ടും അവിടെ തുടരുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഐ കെയിം ബാക്ക്. ഞാൻ മകനുമായി മടങ്ങിപ്പോന്നു. ഞങ്ങളുടെ ഏക മകൻ ഹീസ് മെന്റലി റിട്ടയർഡ്. അവൻ മന്ദബുദ്ധിയായിപ്പോയി. റിട്ടയർഡേഷന്റെ ഏറ്റവും കുറഞ്ഞ സ്റ്റേജിലാണെങ്കിലും 13-14 വയസ്സുള്ള കുട്ടികളുടെ സ്വഭാവം അവന്. മിനിമൽ ബ്രെയിൻ ഡാമേജ്.
നീണ്ട 18 മണിക്കൂറോളം മരണത്തോട് മല്ലിട്ടാണ് എന്റെ ഭാര്യ അവനെ പ്രസവിച്ചത്. അവന്റെ സ്വഭാവം ഒരു പ്രത്യേക രീതിയിലുള്ള, ആരോടും പെട്ടെന്ന് ഇണങ്ങും, പെട്ടെന്ന് പിണങ്ങും. ഇവിടെ വന്നിട്ടുള്ള ആയമാരും 2 ആഴ്ച പോലും നിന്നിട്ടില്ല. മൈ ഗോഡ്, അപ്പോൾ അത്ര ഭയങ്കരനാണോ? നോ, ഹി ഈസ് എ ടിപ്പിക്കൽ ടൈപ്പ്, ദാറ്റ്സ് ഓൾ. തികച്ചും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് അവനോട് വേണ്ടത്. അതുകൊണ്ടാണ് ഗ്രാജുവേറ്റും നേഴ്സായി മുൻ പരിചയവുമുള്ള സ്റ്റെല്ലയെ തന്നെ നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചത്. സാറിന് മറ്റൊരു വിവാഹം ചെയ്തു കൂടായിരുന്നു? എന്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അവൾ ഇപ്പോഴും ജീവിക്കുന്നു എന്റെ മനസ്സിൽ. ഐ എം സോറി സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്റെ മകന്റെ ആനന്ദമാണ് എന്റെ ലക്ഷ്യം. നിങ്ങൾക്ക് തികഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോലി പ്രവേശിക്കാം. ലെറ്റ് മീ ട്രൈ മൈ ബെസ്റ്റ്. ശാന്തേ, ബൈ ദ വേ, നിങ്ങളുടെ സാലറിയും മറ്റും ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. താങ്ക് യു സർ. ഇത് മിസ് സ്റ്റെല്ല, ഇന്നു മുതൽ ഇവിടുത്തെ ആയയാണ്. വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. വരൂ. ദീപു എവിടെ? ദീപവും കൂട്ടുകാരുമായിട്ട് പാർക്കിലോട്ട് പോയിട്ടുണ്ട്. മോനെ വിളി. ഓ ദീപു മോനെ. കുത്തിക്കുത്താനവരമ്പേലല്ലിത്തേനണി മഞ്ചലിലേറി കന്നിപ്പൂ നീ ചൂടിവാ. കുത്തിക്കുത്താനവരമ്പേലല്ലിത്തേനണി മഞ്ചലിലേറി കന്നിപ്പൂ നീ ചൂടിവാ. മാമരപ്പൂഞ്ചില്ലയിൽ മുത്താനൂയലാടും കാറ്റേവാ. കുത്തിക്കുത്താനവരമ്പേലല്ലിത്തേനണി മഞ്ചലിലേറി കന്നിപ്പൂ നീ ചൂടിവാ. കന്നിപ്പൂ നീ ചൂടിവാ. താഴത്തെ മരതകവനികയിൽ അരമണി നിറമണി തിരയാടി. താഴത്തെ മരതകവനികയിൽ അരമണി നിറമണി തിരയാടി. ഇല്ലം വല്ലം തെയ്യം പാട്ടി മന്ദാരം നീ ചൂടിവാ. ഇല്ലം വല്ലം തെയ്യം പാട്ടി മന്ദാരം നീ ചൂടിവാ. കുത്തിക്കുത്താനവരമ്പേലല്ലിത്തേനണി മഞ്ചലിലേറി കന്നിപ്പൂ നീ ചൂടിവാ. കന്നിപ്പൂ നീ ചൂടിവാ. ആലോലം മാമരമീമരമാതിര പൊന്തിര കതിരേകി. ആലോലം മാമരമീമരമാതിര പൊന്തിര കതിരേകി. പൊന്നും പൂവും ചുണ്ടിൽ തേനും എന്നെന്നും നീ കൊണ്ടുവാ. നീ കൊണ്ടുവാ.
കൊണ്ടുവാ ചെല്ലം ചെല്ലം ചിത്തിര ചിഹ്നം ചാഞ്ചാടി നീ കൊണ്ടുവാ അക്കുത്തിക്കുത്താനവരമ്പീലല്ലി തേനണി മഞ്ചലിലേറി കന്നിപ്പൂ നീ ചൂടിവാ മാമരപ്പൂഞ്ചില്ലയിൽ മുത്താനൂയലാടും കാറ്റേവാ മാമരപ്പൂഞ്ചില്ലയിൽ മുത്താനൂയലാടും കാറ്റേവാ അക്കുത്തിക്കുത്താനവരമ്പീലല്ലി തേനണി മഞ്ചലിലേറി കന്നിപ്പൂ നീ ചൂടിവാ കന്നിപ്പൂ നീ ചൂടിവാ. ദീപോ കാണിച്ചു കൊടുത്ത് ഞാൻ സമ്മതിക്കത്തില്ല. തുല്ലിട്ടേ ഒന്നുകൂടെ കളിക്കണം. അനു ഞാൻ കാണിച്ചു കൊടുത്തോ? ദീപു കാണിച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടല്ലോ. കള്ളം പറഞ്ഞോണ്ടല്ലോ. കള്ളം പറഞ്ഞിട്ട് എന്താ ദീപു ഹീറ്റാന്ന്? ആരടാ ഹീറ്റായത്? എന്റെ ഷർട്ട് കയറിയാ ഉണ്ടല്ലോ. യു സ്റ്റുപ്പിഡ്. ദീപുവിനെ വഴക്കുണ്ടാകാൻ ഡാഡി വരുന്നുണ്ട്. പോടാ ഓടാ കള്ളന്മാര്. ഇനി ഞങ്ങളുടെ പാർക്കിൽ കയറിയുണ്ടല്ലോ. നിന്റെ പാർക്ക് ഞങ്ങളുടെ പട്ടിക്കും വേണ്ട. ഓടാ ബാ നമുക്ക് പോയേക്കാം. ബാ അവന്റെ ഒരു മുഴുത്ത പാർക്ക്. നമുക്കിനി വരണ്ട. പോവാ നമുക്ക് ഡാഡിയോട് പറയാം. അത്രയ്ക്ക് ഇനി എല്ലാം ഡാഡിയോട് പറഞ്ഞാ ദീപോനെ എന്താണത്? എന്തുണ്ടായി? എന്നെ എല്ലാവരും കൂടി കള്ളനെന്ന് വിളിച്ച് കളിയാക്കി ഡാഡി. ഞാൻ ഇനി ആരോടും കൂട്ടില്ല. ഡോണ്ട് ബി സില്ലി. മോൻ ഇനി ആരോടും കൂടണ്ട. മോനെ നിനക്കൊരു ഗുഡ് ന്യൂസ് തരാനാണ് ഡാഡി വന്നിരിക്കുന്നത്. മോനെ പരിചരിക്കാൻ ഒരു ആയ വന്നിരിക്കുന്നു. ഐ ഫീൽ ഷീ ഈസ് എ ഗുഡ് വുമൺ. ആയയുമായി വഴക്കുണ്ടാക്കരുത്, പറഞ്ഞാൽ അനുസരിക്കുകയും വേണം. നീ കേൾക്കുന്നുണ്ടോ? ഡാഡി ഇന്ന് 6 മണിക്കത്തെ ഫ്ലൈറ്റ് ബോംബെക്ക് പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരും. ഡാഡിക്ക് ഒരു സമ്മാനം തരൂ. ഹൗ സ്വീറ്റ്. ഈ ആഴ്ചയിൽ ഡാഡിയുടെ ബിസിനസ് വമ്പിച്ച വിജയമായിരിക്കും. ഓക്കെ? എന്താ ദീപു ഇത്? എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ഞാനൊന്ന് പേടിപ്പിച്ചല്ലേ ഉള്ളൂ. ഞാനീ ചാൻ തേച്ചല്ലേ ഉള്ളു. ദീപു, ഞാൻ ഇന്നു മുതൽ ദീപുവിന്റെ ആയയാണ്. കോഫി 2 കപ്പ് കാപ്പി വേണം. ഒന്നാരക്ക്? സുമയ്ക്ക്. ഓ സുമ. ഏതാണ് ഈ പെൺകുട്ടി? എന്റെ അപ്പച്ചിയുടെ മകൾ. ഐ സീ. മുറപ്പെണ്ണ്. അകത്ത് വരട്ടെ, ഞാൻ കോഫി കൊടുക്കാം. വേണ്ട, ഇവിടെ കൊണ്ടുവന്നാ മതി. നോ നോ, പെൺകുട്ടികൾക്കൊരു പ്രത്യേക ഡിസിപ്ലിൻ വേണം. സോറി ദീപു, ഞാൻ കൊണ്ടുവരാം. ദീപു, അങ്കിളിനെ പുതിയ ആയ എവിടെ കിട്ടി? കാഴ്ചമംഗലായിരിക്കും. ദീപു, തരങ്ങിയുടെ പുതിയ കാസറ്റ്. നല്ല മ്യൂസിക്കാ. താങ്ക് യു. സുമേ, ഇന്നലെ നീ വന്ന തരങ്ങയുടെ കാസറ്റ് ഞാൻ പഠിച്ചു. കുത്തിക്കുത്ത് ആനവരമ്പൻ. ആ സുമേ, ഇന്ന് ഞാൻ വരച്ച പടം എങ്ങനെയുണ്ട്? നാളെ ഞാൻ വരയ്ക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതോ ആ മരത്തിൽ കൂടി ഇട്ടിരിക്കുന്ന മാടത്തക്കിളികൾ. വാ, കാണിച്ചു തരാം. സുമേ, നീ ആ കൂടെ ഉണ്ടോ? അതിനുള്ളിൽ 2 മാടത്തക്കിളികളാണ്. ഈ ദീപുവിന് ഒരു സെൻസും ഇല്ല. അതിനുള്ളിൽ മാടത്തെയാണോ മൈനയാണോ എന്ന് എങ്ങനെ അറിയും? അത് ശരിയാണല്ലോ. ഈ കൂടെ എങ്ങനെ എടുക്കും? ദീപു, കോഫി റെഡി. ആ, പണിയുണ്ട്. ആയാ, ഹരിയാ. ആയാ, പിന്നെ ആയ മരത്തിലെ കൂടെ ഒന്നെടുത്തു തരണം. എന്താ ദീപു ഇത്? ആയ എങ്ങനെ മരത്തിൽ കയറും? അയ്യോ, അയക്ക് മരത്തിൽ കയറ്റി അറിയില്ലേ? എന്താ കുട്ടി, എന്നെ ഫുള്ളാക്കുകയാണോ? എനിക്ക് ആ കൂടെ എടുത്ത് താരണം. സെവന്റ് ആരെങ്കിലും മറ്റേ നമുക്ക് എടുപ്പിക്കാം.
കോഫി കഴിക്കും? വേണ്ട, എനിക്ക് കൂടെ കിട്ടണം. ഇമ്പോസിബിൾ ദീപു. കേറാൻ മരത്തിൽ കയറാൻ. വരുവായേ Oh my God. ഞാൻ കൈവച്ചേരാം. ദീപു, ദീപു, dangerous ദീപു. അങ്ങനെയൊന്നുമില്ല. Oh my God. എന്നെ പിടിച്ചോളനെ. എളുപ്പം. തട്ടി തട്ടി കേറിക്കോ. കയ്യെത്തില്ല ദീപു. തോറ്റു തരാം. എടുക്കെടുക്ക്. അവിടെ ദീപു, dangerous. താങ്ക്സ് ആയ. My God, ഒരു വല്ലാത്ത പയ്യൻ തന്നെ. എന്ത് പറ്റിയായേ? ശാന്തേ, ഈ ദീപവുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പ്രയാസമാണ്. എന്താ ദീപുമോൻ സമ്മാനം വല്ലതും തന്നോ? ഞാൻ ഇന്ന് വന്നതല്ലേ ഉള്ളൂ, സമ്മാനം കണ്ടു കഴിഞ്ഞു. ഡേഞ്ചറസ് ബോയ്. ആയേ, ദീപുമോൻ എനിക്കും ഒരുപാട് സമ്മാനം തന്നിട്ടുണ്ട്. ദേ ഇത് കണ്ടോ? ഒരിക്കൽ ഷർട്ട് തയ്ച്ചോണ്ടിരുന്നപ്പോ ഒരു ബട്ടൺ പോയതിന് പഴുത്ത തേപ്പൊട്ട് എന്നെ പുറത്ത് വെച്ചതാ. അങ്ങനെ എന്തെല്ലാം. My God. എന്നാലും ദീപുമോനോട് എനിക്ക് പിണങ്ങാൻ പറ്റത്തേയില്ല. പാവം, പ്രായത്തിനൊത്ത് മനസ്സ് വളരാഞ്ഞിട്ടില്ലേ? ഏതായാലും ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇന്ന് കിട്ടിയെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു പേരിടണ്ടേ? ഒന്നിന്റെ പേര് ദീപു. ഒന്നിന്റെ പേര് സുമ. അപ്പച്ചിയാ? ഹലോ, മമ്മിയല്ലേ? സോറി മമ്മി, ദീപുമായി കളി പറഞ്ഞിരുന്നു പോയി. ദാ വരുന്നു. ദീപു വരട്ടെ. ഈശ്വര, ഇന്നും കുതിരപ്പന്തയം നടത്തി തോറ്റു കാണും. ഈ കൈപ്പുള്ള കാപ്പി എനിക്ക് വേണ്ട. പഞ്ചസാര ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. എങ്കിൽ നീ അല്പം കുടിച്ചിട്ട് മതി. എനിക്ക് വേണ്ട. കുടിക്കണം. കുടിക്കില്ല. കുടിപ്പിക്കും. എങ്ങനെ? ഇങ്ങനെ
നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്നും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഈ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തി പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. കുതിരപ്പന്തയത്തിലുള്ള നിങ്ങളുടെ കൊതി നമ്മുടെ തറവാട് കുളം തോണ്ടിക്കും. ഇനി മേലിനെങ്കിലും ഇത് ആവർത്തിക്കരുത്. പരാജയം വന്നാൽ നിങ്ങളുടെ മനസ്സ് പതറും. നിങ്ങൾ കുടിക്കും. കുടിച്ചാൽ എനിക്ക് നിങ്ങൾ നഷ്ടപ്പെടും. എന്നോട് സത്യം ചെയ്യണം. ഒന്നും തോന്നരുതേ. പോകാൻ നേരത്ത് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഒന്നുകൂടിയല്ലേ പറയാനുള്ളൂ, പറഞ്ഞോളൂ. പഴയ എസ്റ്റേറ്റ് വിൽക്കുന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും താല്പര്യമില്ലായിരുന്നു. ആ തുക കൊണ്ട് അതിനേക്കാൾ കൂടുതൽ ഏക്കർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. അതിന് ഇന്ന് തന്നെ കച്ചവടം നടത്തി നേരത്തെ മടങ്ങിയെത്തണേ. ആ കുട്ടമ്പിള്ളയും കൂടി പോരട്ടെ. പോരട്ടെ. ഡാഡിയുടെ പൊന്നു മോളെ. ആ ഡാഡി ഒരു യാത്ര പോവാണ്. വരുമ്പോ നോക്ക് എന്തൊക്കെ കൊണ്ടുവരണം. പറ, ധൈര്യമായി പറ. എനിക്ക് സൈക്കിള്, പിന്നെ ഒരു പൂമ്പാറ്റ. ഡാഡി ഒന്ന് ചോദിച്ചപ്പോ പെണ്ണൊരു ലിസ്റ്റ് തന്നെ കൊടുത്തു കളഞ്ഞല്ലോ. എന്തായാലും നീ തന്നിട്ടുള്ള അത്ര നമ്പേഴ്സ് ഇല്ലല്ലോ. ഡാഡി സ്കൂൾ ടൈം ആവുന്നു. അതിനെന്താ, ഡാഡി തന്നെ ഒരു ലിസ്റ്റ് തന്നേക്കാം. മമ്മി ടാറ്റാ. ടാറ്റാ. കൂട്ടമ്പിള്ളേ, ഇരിക്കണോ? എന്താ കുട്ടമ്പിള്ളേ തനിക്കൊരു മൂടില്ലാത്ത? മുതലാളി ഇന്ന് കുടിക്കണ്ടെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞല്ലേ. അതിന് കച്ചവടം നാളെയല്ലേ നടക്കുള്ളൂ. ഇന്ന് നമ്മൾ ഫ്രീ അല്ലേ. എന്നാലും കുടിക്കു കുട്ടമ്പിള്ളേ. എനിക്ക് വേണ്ട. കുടിക്കാൻ ഇന്ന് ആഫ്രിക്കൻ കുതിരകളുടെ മത്സരമാണ്. എനിക്ക് ഒന്നുകൂടി ഒന്ന് നോക്കണം. അങ്ങൊന്ന് ആഫ്രിക്കനോ ആൻഡമാനോ നോക്കിക്കോ, ഞാനുണ്ടല്ലോ ഈ കാർ കാണും. ആ സംഭവങ്ങളൊന്നും ഇന്നും ഞാൻ മറന്നിട്ടില്ല കൊച്ചമ്മേ. ഇന്ന് കാര്യസ്ഥനെന്ന രീതിയിൽ എനിക്കിവിടെ വല്ല പണിയുണ്ട്. എനിക്ക് ശമ്പളം തരാൻ പോലും കൊച്ചമ്മ കഷ്ടപ്പെടും. ശമ്പളം തരാൻ താമസിച്ചു പോയല്ലോ എന്ന പ്രയാസം മാത്രമേ എനിക്കുള്ളൂ. ഏതായാലും കുട്ടമ്പിള്ളി രൂപ വാങ്ങിക്കൂ. ഈശ്വര, സുമേ, എന്താ മമ്മി? എവിടെയെങ്കിലും പോയാൽ സ്വന്തം വീടിനെ കുറിച്ച് ഓർമ്മയില്ലല്ലേ?
ഞാൻ അങ്കിളിന്റെ വീട്ടിലല്ലേ പോയത്. അതുകൊണ്ട് അമ്മയുടെ വീട് മറക്കണമെന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം. കോളേജിൽ പഠിക്കുന്ന പെണ്ണാണ് നീ. ഒരു ഹോളിഡേ കിട്ടിയാൽ അല്പസമയം ഹോംവർക്കിന് വേണ്ടി മാറ്റിവെക്കണം. ഷുവർ മമ്മി. എന്റെ പൊന്നു മമ്മിയല്ലേ. അച്ഛന്റെ നയങ്ങളൊക്കെ നോക്കും കിട്ടിയിട്ടുണ്ട്. ഇനി മുതൽ ഈ വീടിനൊരു ഭംഗിയും ഡിസിപ്ലിനും ഒക്കെ വേണം. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ശാന്തയും അക്കാര്യത്തിൽ കെയർഫുൾ ആയിരിക്കണം. ഈ ചിത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ഓർഡർ ആക്കി വെക്കണം. ഇതൊക്കെ ദീപമ്മ വരച്ചതാ. ഓ ബ്യൂട്ടിഫുൾ. ശാന്തി, ഇവിടെ മറ്റേ സെർവന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ട്, സുനിമോൻ. ആ കുട്ടിയെ വിളിക്കും. ആ കുട്ടിക്കും എനിക്ക് ചില അഡ്വൈസ് കൊടുക്കാനുണ്ട്. സുനിമോനെ, സുനിമോനെ, സുനിമോനെ. സുനിമോൻ വരുന്നുണ്ട്. ഗുഡ് ഈവനിങ് മാഡം. Who are you? I am Sunimon, gardener and some literature. ഓ, സാഹിത്യം ഉണ്ടല്ലേ. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാക്കിയാ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടുത്തെ ആയ ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് ആണ്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. എന്ത് ചെയ്യണം മാഡം? അകത്ത് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താ? അകത്തൊന്നും ചെയ്യല. ഇൻഡോർ സോറി മാഡം, ഓൺലി ഔട്ട്ഡോർ. ഓക്കെ മാഡം. What? ഔട്ട്ഡോർ വർക്കിനായിട്ടാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. എന്താ? ഇൻഡോറിലൊന്നും ചെയ്യില്ലേ? മാഡത്തിന്റെ മുമ്പിൽ ഞാൻ ഒന്നും വിളിക്കുന്നില്ല. പറയട്ടെ, എന്റെ മോറൽ സൈഡ് ഒപ്പം വീക്കാ. ഇതിനു മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന വില്ലിംഗ്ടൺ മദാമയുടെ ബംഗ്ലാവിൽ പോലും അകത്തെ പണികളൊന്നും എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല. എന്നാൽ ഇത് വില്ലിംഗ്ടൺ മദാമയല്ല, മിസ് സ്റ്റെല്ല. ഞാൻ പറയുമ്പോ അകത്ത് ചെയ്യേണ്ടത് അകത്തും പുറത്ത് ചെയ്യേണ്ടത് പുറത്തും ചെയ്തിരിക്കണം. അകത്ത് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. താൻ ഈ ഫോട്ടോസ് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. ശാന്തി, വരൂ. എന്റെ ദൈവമേ, ഞാൻ ഇതുവരെ കാത്തു സൂക്ഷിച്ചിരുന്ന എന്റെ മോറൽ സൈഡ് ഈ മാഡം വീക്കാക്കുമോ എന്തോ. ഈശ്വര. കുളിച്ച് ഫുഡ് കഴിച്ചുറങ്ങണ്ടേ? ആയ, ഈ പടം എങ്ങനെയുണ്ട്? വെരി ബ്യൂട്ടിഫുൾ. ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ ഓക്കെ. റെഡി. ഇന്നും വൈകിട്ട് ഊരിൽ വെച്ച് കുളിച്ച ഒരിക്കൽ സുഖമായിരിക്കും. ദീപു, യു ആർ ചാർമിംഗ് ബോയ്. ഹെയർ സ്റ്റൈൽ ഒക്കെ ഇതുപോലെ ഇരിക്കണം. How nice you are. Thank you, Aya. Then come on. Now you are an obedient boy. ഇന്നു മുതൽ
കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ആ ഇതായയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ്. ആയാ എന്റെ ഫ്രണ്ട്സിന് ഫുഡ് കൊടുത്തോ? ഫ്രണ്ട്സോ? ആ, എന്റെ കുരങ്ങനും കിളികൾക്കും. അവർക്കൊക്കെ ഇനി ഫുഡ് നാളെ. എന്ത് പറ്റായേ? ദീപമോൻ ബോയ്. ഇതായിരുന്നു പതിവ്. വിജയലക്ഷ്മി നൂറനാട് സാർ, ഞാൻ സുമാർ 19 വയസ്സുള്ള ഒരു നതങ്ങിയാണ്. കള്ളുഷാപ്പിൽ കറി ഉണ്ടാക്കുന്ന ജോലിയാണ്. നിത്യേന മിച്ചം വരുന്ന ഇറച്ചിയും കപ്പയും തിന്ന് ഇപ്പോൾ ബെൻസ് വിജയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പലരോടും പലപ്പോഴും അനുരാഗം തോന്നി രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന എന്നെ നാട്ടുകാർ വളയുന്നുണ്ട്. ഇതിനൊരു പ്രതിവിധി പറഞ്ഞു തരാമോ? ഞാൻ പരിങ്ങലിലാണ്. ഓരോരോ വീക്ക്നെസ്സുകളെ. പ്രിയ സോദരി, നിങ്ങളുടെ വീക്ക്നെസ് ഞാൻ കണ്ടുപിടിച്ചു. ഈ രോഗത്തിന്റെ പേര് മദനേമിയ എന്നാണ്. ഓവർ തീറ്റയാണ് കാരണം. കപ്പയിലുള്ള ടാപ്പിയോക്കയും ഇറച്ചിയിലുള്ള ഫംഗസും ചേർന്ന് മനസ്സിലുണ്ടാക്കുന്ന ഒരു ആന്റിബറോണിക്കയാണ്. സാരമില്ല, ഇത് കട്ട് തിന്നുന്ന സ്ത്രീകളിലും സാധാരണ കാണാം. ഈ രോഗത്തിന് സ്ഥലത്തെ ഷാപ്പ് മാനേജരെ മാത്രം കാണുക. സുനിമോനെ, വന്ന് ഊണ് കഴിക്ക്. എനിക്കൊന്ന് കിടക്കണം. ശാന്തേ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് വന്ന് ഞരമ്പ് വലിച്ചു വെച്ചുന്ന വർത്തമാനങ്ങൾ പറയരുതെന്ന്. കോച്ച, ഞാൻ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേടി. പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെ മുമ്പിൽ അസമയത്ത് ഒരു സ്ത്രീ വന്നു നിന്ന് ഒന്ന് ഊണ് കഴിക്കണം, ഒന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ രാജ്യത്തെ ഏത് ചെറുപ്പക്കാർക്ക് അടി മനസ്സിലാകാത്തത്? അതിന് സുനിമോൻ എന്റെ അച്ഛന്റെ പ്രായമില്ലേ? വേണേ വന്ന് ഊണ് കഴിക്ക്. അവിടെ അച്ഛന്റെ പ്രായം പോലും. എന്റെ നിത്യ യൗവനവും ഈ വസന്തവും കാണുമ്പോ ആരുടെ മോറൽ സൈഡ് ആടി വീക്കാകാത്തത്? പോയോ നിന്റെതും ഈ കാത്. ശാന്തേ, ഡോസും വിൻഡോസും എല്ലാം അടച്ചില്ലേ? അടച്ചു. എങ്കിൽ നീയും ഉറങ്ങിക്കൊള്ളൂ. രാവിലെ 5 മണിക്ക് ഉണർന്നിരിക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ് സുനിയങ്കിൾ. കുജിങ് വന്നേ. ദേ നമ്മുടെ ചെമ്പകത്തി പൂവിരിഞ്ഞു. എന്താ അങ്കിൾ? ചെമ്പകത്തി പൂവിരിഞ്ഞു. ചെമ്പകത്തിലെ പൂവിരിഞ്ഞു. ആഹാ, മോൻ പറഞ്ഞില്ലേ ഈ ചെടി പൂ വിരിയത്തില്ലെന്ന്. സുനിമോൻ എവിടെല്ലാം വെള്ളം അടിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പൂവും വിരിഞ്ഞിട്ടുണ്ട്. ദേ കൂട്ടുകാരെ വിളിക്കുന്നു. കിളികൂജനം. എന്റെ കൂട്ടുകാർക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് എനിക്ക് ഈ കുരങ്ങ് മാങ്ങ അതിന്റെ പടം വരയ്ക്കാം. എന്റെ ഡ്രോയിങ് ബുക്ക് കൊണ്ടുപോവാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പോരെ ദീപു? നോ. ഈ കുരങ്ങിനെ എടുത്ത് മാങ്ങ കൊടുത്തോണ്ടിരിക്കുന്നു. ഞാൻ ആ പടം വരയ്ക്കാം. കുരങ്ങ് കടിക്കില്ലേ ദീപു? എടുക്ക. സുനിയങ്കിൾ ഗുഡ് മോർണിംഗ്. അത് തീർന്നു പൊയ്ക്കോ. വല്ല മനുഷ്യരും കണ്ട അതും ഇതുമൊക്കെ പറഞ്ഞു വരുത്തും. 50 വയസ്സായിട്ട് ഈ കിളവൻ ഒരു നാണവുമില്ല. മീശയും കറുപ്പിച്ചോണ്ട് നടക്കുക. ഇപ്പോഴും പയ്യനാണെന്ന വിചാരം. അത് ഈ നിത്യവസന്തത്തിനെ കണ്ടപ്പോഴുള്ള ഒരു ഇതാ. അത് കാണാ. കൊഞ്ചിച്ച് വഷളാക്കി. ഈ പോക്ക് പോയ മോറൽ സൈഡ്. ഹായ് ദീപു. ഹായ് സുമ. ഇന്ന് കോളേജിൽ സ്ട്രൈക്ക്. ഗുഡ്. എന്തായേ? കൊരങ്ങിനെ പിടുത്തമാണോ ജോലി? Come on, സുമ. ഹായ് കൊരങ്ങ്. ദീപു കൊരങ്ങ്. ദീപു, ഓ മൈ ഗോഡ്. ദീപു എന്നെ കൊല്ലും. കൊരങ്ങ് 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 ദീപു കൊരങ്ങ് കൊരങ്ങ്. ഓ മൈ ഗോഡ്. ദീപു എന്നെ കൊല്ലും. കൊരങ്ങ്. Sorry, madam. Stupid. What is this? Fool. ഈ മാഡം എന്റെ മോറൽ സൈഡ് വീക്കാക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എക്സ്പോർട്ടിംഗ് ലിങ്കിലുള്ളവർ കൂടുതൽ ശ്രദ്ധിച്ചാലേ പ്രോഡക്റ്റിന്റെ ഡെസ്റ്റിനേഷൻ കംപ്ലൈന്റ് ഒഴിവാക്കാൻ പറ്റൂ. Sir, your sister had also raised the same complaint last year. We want to consult that complaint. ക്വാളിറ്റിയെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. We have to get the money within the stipulated time. അല്ലെങ്കിൽ പിന്നെന്തിനാ ബിസിനസ്? ബൈ ദ വേ, GDR നയിച്ച പെപ്പറിന്റെ ഫയലോടെ. നോ മിസ്റ്റർ പോൾ, മോയിസ്റ്റർ കംപ്ലൈന്റ് നിങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഹൈലി ഇറഗുലർ. എല്ലാ വിങ്ങിലും എഫിഷ്യന്റ് ഹാൻഡ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടും എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടേണ്ടിയിരിക്കുന്നു. ഒരു മകനുള്ളതിനും ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. Sorry, sir. We will be more careful from hereafter. വെരി ഗുഡ്, താങ്ക് യു. ഹായ് ദീപു. ഹായ് പ്രസാദ്. നമുക്ക് അങ്ങോട്ടേ അല്ല. ഇനി നമുക്ക് ഒരുപാട് കളിക്കണേ. കള്ളക്കളി കാണിക്കുമോ? ഞാൻ കാണിക്കില്ല. വഴക്കുണ്ടാക്കോ? അല്ല, മുന്തിരി എന്തിനാ? വേണോ? ആ, വാ വാടാ. Come on, come on, come on. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 40, 41, 42, 43, 44, 45, 50, 51, 52. 55, 56, ഒളിച്ചാലും ഒളിച്ചില്ലാലും സാറ്റേ.
Stupid boys. നീയൊക്കെ എന്തിനു കടന്ന മുറിക്കുള്ളിൽ? സാറ്റ് കളിക്കുമായിരുന്നു. Rascals. ബംഗ്ലാവിന്റെ അകത്ത് കളി. നിന്നെ ഞാൻ അയ്യോ എന്റെ ചെവി കടക്കും പുറത്ത്. Get out. എന്താ പ്രസാദ്? ഇവര് ഞങ്ങളെ ഇതെന്ത് മര്യാദയാണ്? ഈ അയൽപ്പക്കത്തെ കുട്ടികളെ വിളിച്ച് സ്വന്തം വീട്ടിൽ നോയിസൻസ് ഉണ്ടാക്കുകയാണോ? Really, I'm sorry. ഞാൻ പറഞ്ഞില്ലേ ദീപുവിലൂടെ കളിക്കാൻ വന്ന വഴക്കുണ്ടാവുന്നു. നമുക്ക് പോവാം. ദീപു, ഇനി ഞങ്ങൾ ആരും നിന്നോട് കൂട്ടില്ല. പാടാ. ഇനി നിങ്ങൾ ഇവിടെ കണ്ടുപോരുത്. ഇവിടെ നിന്ന് ആയമാരെ പോലെ ആയിക്കും പോകേണ്ടി വരുമോ? ഇല്ല സന്ദേ, ഞാൻ പോകില്ല. എന്റെ പ്രൊഫഷനിൽ ഞാൻ തോൽക്കാൻ പാടില്ല. ഞാൻ പോകില്ല. ഞാൻ പോകില്ല.
ആഹാ, ആയി ഉറങ്ങിയില്ലേ? ഇല്ല. ദീപു ഇന്നു വരെ വരയ്ക്കാത്ത ഒരു ചിത്രം അയാൾ കാണിക്കട്ടെ. എവിടെയായാ? നമ്മുടെ വാഴത്തോപ്പിൽ. രാത്രിയല്ലേ? നല്ല നിലാവുണ്ട്. വരൂ. Come on. എവിടെയായാ? Come on, ദീപു. ഇങ്ങോട്ട് വരൂ. എന്നെ നോക്കൂ. ഞാൻ എന്റെ ഡ്രോയിങ് ബുക്ക് എടുക്കട്ടെ? ബ്യൂട്ടിഫുൾ സീ. കണ്ടാസ്വദിച്ച് മനസ്സിൽ പതിപ്പിച്ച എന്നെ എപ്പോഴും പകർത്തിക്കൊണ്ടേയിരിക്കും. ദീപുവിന്റെ ഈ ചിത്രം മനോഹരമായിരിക്കും. ആയാ 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 ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. അതിനുശേഷം ഈ വീടിനൊരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. ദീപു എവിടെ? ഉണർന്നിട്ടില്ല. മണി 9 ആയല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ പെയിന്റിംഗ് ആയിരുന്നു സർ. ആയെ പ്രോത്സാഹിപ്പിക്കുന്ന കൊള്ളാം, ബട്ട് അവന്റെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. യെസ് സർ. ദീപു, ദീപു. ദീപു, ഗുഡ് മോർണിംഗ്. ദീപു, പ്ലീസ് വേഗം എഴുന്നേൽക്കൂ. ഡാഡി വന്നിട്ടുണ്ട്. ദീപു എന്താ വരാൻ താമസിക്കുന്നത്? ദീപു വരുന്നുണ്ട് സർ. മോനെ, ഇത് ഡാഡി മൈസൂരിൽ നിന്ന് വാങ്ങിയതാ. വേഗം വന്നിട്ടുണ്ടോ? ആ ശാന്തേ, ഇത് നിനക്കുള്ളത്. ഇത് മിസ്റ്ററിലേക്ക്. താങ്ക് യു സർ. സാറിനെന്താ വലിയ സന്തോഷമാണല്ലോ. അതെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ ദിവസം. ഞാൻ വിവാഹിതനായ ഡിസംബർ 12. നൈസ്. താങ്ക് യു സർ. വെരി ഗുഡ്. ഇരിക്കും മോനെ. മോൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഡാഡി വരാൻ താമസിച്ചതിലുള്ള പിണക്കമായിരിക്കും സർ. ഓ ഐ സി. എങ്കിൽ ഈ പിണക്കം മാറ്റാൻ ഇന്നൊരു ഫുൾ ഡേ ഡാഡിയുടെ ടൂർ. ഓക്കെ, കഴിക്കും. എന്താ സുനിമോൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ലേ? ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു. പിന്നെന്താ ഒരു മൂഡില്ലാത്തത്? വിട്ടയച്ചിടുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. കിച്ചണിലാണോ തന്റെ പാട്ട്? മാഡം, എന്റെ വേദന ഞാൻ 2 വരികളിൽ ഒതുക്കുകയാണ്.
താൻ കാര്യം തുറന്ന് പറയൂ. ഞാൻ ഇൻഡോർ ചെയ്ത് മടുത്തു മാഡം. അതിന് എന്നെ ഒന്ന് ഔട്ടാക്കി തരൂ. അതൊക്കെ സാറിനോടാണ് പറയേണ്ടത്. മാഡം ഇവിടെ ശരിക്കും പണി ചെയ്തൊരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് സാറിനോട് ഒന്ന് പറഞ്ഞാ മതി. എനിക്കിപ്പോ എന്താണ് വേണ്ടത്? എന്നിലെ സാഹിത്യകാരനെ ഒന്ന് ഉണർത്തി തരൂ. അതിന് വിട്ടയച്ചിടുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. Shut up, you get out. അയ്യോ ദൈവമേ, പറന്ന് 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 ചൊല്ലാൻ ഔട്ട്ഡോറിൽ. മോനെ ദീപു, എന്താ അപ്പച്ചി? ഇന്ന് എന്ത് പറ്റി അപ്പച്ചി വന്നൊന്ന് കാണാൻ? ദീപുവിന് ഈയിടെയായിട്ട് നല്ല മൂഡല്ലേ? പുതിയ ആയ വന്നതിന് ശേഷം ദീപുവിന് നല്ല ചേഞ്ചാണ്. നേരെ കേട്ടാ നിന്റെ അസുഖം എങ്ങനെയുണ്ട്? അങ്ങനെ പോകുന്നു. നിനക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലേ? നീ നിന്റെ ഭർത്താവിന്റെ ഉപദേശം പാലിക്കാൻ വേണ്ടി സ്വന്തം സഹോദരന്റെ മുമ്പിൽ പോലും അഭിമാനം കാണിക്കും. അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഈ അഭിമാനം എന്റെ ഭർത്താവിനോടുള്ള ആദരവായി കരുതിയാൽ മതി. പിന്നെ എന്റെ സുമമോളുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഉത്കണ്ഠയുള്ളൂ. അതിന് നീ വിഷമിക്കണ്ട. നിന്റെ മോക്ക് വേണ്ടിയല്ലേ ഞാൻ എന്റെ മോനെ വളർത്തുന്നത്. ചേട്ടാ, നീ സമാധാനമായിട്ടിരിക്കും. ബോംബെയിലെ സൈക്കാട്രിസ്റ്റ് ജോൺസൺ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, ഒരു വിവാഹത്തോടുകൂടി പൂർണ്ണമായും റിക്കവർ ചെയ്യുന്നു. ആ സുമ, ഞാൻ കോളേജ് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോ അങ്കിളിന്റെ കാർ പാസ് ചെയ്യുന്നുണ്ടു. ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഈ സൈക്കിൾ കൊണ്ട് ഞാൻ അങ്കിളിനെ ഓവർടേക്ക് ചെയ്തേനെ. മിടുക്കി. പ്രീ ഡിഗ്രിക്ക് ക്ലാസ് വാങ്ങിയാൽ അങ്കിളിന്റെ വക ഒരു പ്രസന്റേഷൻ, ഒരു ഫിയറ്റ് കാർ. താങ്ക് യു അങ്കിൾ. ദീപു, മോളെ നീ വരുന്നോ? ഇല്ല അങ്കിൾ, എനിക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. സുശീലേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഡാഡി, ഈ സന്ധ്യ എത്ര സുന്ദരിയാണ്. മോനെ, മോനി സന്ധ്യയുടെ ചിത്രം വരും. ഡാഡി അല്പനേരം തനിയെ വന്നിരിക്കും. സാർ, എന്താ സിനിമൻ? ഞാൻ ഒന്ന് ചോദിച്ചാ സാറ് സമ്മതിക്കുവോ? എന്ത് ചോദിക്കാൻ? ഐ ആം ഇലാബറേറ്റിംഗ് ഹിയർ. ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. തുറന്നു പറയൂ. എന്റെ മല്ലാക്ഷിയുടെ വിദേശ റിപ്പോർട്ടറായി ഞാൻ ഇമോഷണൽ ആയിരിക്കുകയാണ്. നാളെ ജർമ്മനിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. നിങ്ങൾ എന്തിന് ജർമ്മനി പോകുന്നു? റിസർച്ചിന്. എന്ത് റിസർച്ച്? എയ്ഡ്സ്, മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുന്ന എയ്ഡ്സ് അക്യൂർഡ് നിങ്ങൾക്കോ? അല്ല, നമുക്ക് അല്ല, ആർക്കുമില്ല. എന്നെ യാത്രയാക്കണം. ജർമ്മനി പ്ലീസ്. താൻ എവിടെ വേണേ പോയിക്കോ, ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. കാലി വിടട്ടോ. കേരളത്തിന്റെ മോറൽ സൈഡ് ഞാൻ കാത്തു സൂക്ഷിക്കും. സന്ധ്യേ ശാരദ സന്ധ്യേ
പോലത്തിൽ ഇന്ദുപരാഗമോ സന്ധ്യേ ശ്യാമസന്ധ്യേ നീ തന്നുവോ എൻ്റെ മോഹങ്ങളിൽ രാഗഭാവങ്ങളും പ്രേമഗീതങ്ങളും സന്ധ്യേ സൗമ്യശാലീന സന്ധ്യേ സ്വപ്നങ്ങൾ പൂക്കുന്ന കാലം രോമഹർഷം വിടരുന്ന പ്രായം സ്വപ്നങ്ങൾ പൂക്കുന്ന കാലം രോമഹർഷം വിടരുന്ന പ്രായം നീ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശോണദീപാഞ്ജലിയായി സന്ധ്യേ നീ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശോണദീപാഞ്ജലിയായി സന്ധ്യേ സന്ധ്യേ സൗമ്യശാലീന സന്ധ്യേ സന്ധ്യേ ശാരദ സന്ധ്യേ നിന്റെ സ്വർണ്ണകപോലത്തിൽ ഇന്ദുപരാഗമോ സന്ധ്യേ ശ്യാമസന്ധ്യേ നീ തന്നുവോ എൻ്റെ മോഹങ്ങളിൽ രാഗഭാവങ്ങളും പ്രേമഗീതങ്ങളും സന്ധ്യേ സൗമ്യശാലീന സന്ധ്യേ പൂജയ്ക്കു നീ വന്ന നേരം ആഴിയാലാപനം ചെയ്തു നിന്നു പൂജയ്ക്കു നീ വന്ന നേരം ആഴിയാലാപനം ചെയ്തു നിന്നു പ്രാണന്റെ വീണയിലെന്നും ദേവഗാന്ധാരമായി നീ സന്ധ്യേ പ്രാണന്റെ വീണയിലെന്നും ദേവഗാന്ധാരമായി നീ സന്ധ്യേ സന്ധ്യേ സൗമ്യശാലീന സന്ധ്യേ സന്ധ്യേ ശാരദ സന്ധ്യേ നിന്റെ സ്വർണ്ണകപോലത്തിൽ ഇന്ദുപരാഗമോ സന്ധ്യേ ശ്യാമസന്ധ്യേ നീ തന്നുവോ എൻ്റെ മോഹങ്ങളിൽ രാഗഭാവങ്ങളും പ്രേമഗീതങ്ങളും സന്ധ്യേ സൗമ്യശാലീന സന്ധ്യേ
ദീപു, ദീപു. ഓ സുമ, എന്താ വന്നത്? ദീപുവിനെ കാണാൻ. കണ്ടിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്. സോറി സുമ, ദീപുവിനെ നല്ല ഡിസിപ്ലിനിലാണ് ആയ വളർത്തുന്നത്. സുമ ഒരു പെൺകുട്ടിയാണ്. ദീപുവിനേക്കാൾ ഡിസിപ്ലിൻ വേണം. സുമയുടെ അമ്മയോട് ചോദിക്കും, പെൺകുട്ടികൾ ആൺകുട്ടികളുമായി ചുറ്റിക്കറങ്ങുന്നത് ഡിസിപ്ലിന് ചേർന്നതാണോ എന്ന്. അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് അമ്മയ്ക്ക് ഡിസിപ്ലിൻ ഇല്ലാഞ്ഞിട്ടായിരിക്കും. സുമേ, നിനക്ക് എന്ത് പറ്റി? വേണ്ട, ഞാൻ ഡിസിപ്ലിൻ ഇല്ലാത്തവളാ. എന്റെ അമ്മയ്ക്ക് ഡിസിപ്ലിൻ ഇല്ല. എന്നോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ആയ. ആയ? ആയ? ആയ സുമയ്ക്ക് ഡിസിപ്ലിൻ ഇല്ലെന്ന് പറഞ്ഞു. പറഞ്ഞു. എന്തിന്? ഡിസിപ്ലിൻ ഇല്ലെന്ന് തോന്നിയത് കൊണ്ട്. എക്സ്ക്യൂസ് പറയൂ. സുമയോട് മാപ്പ് പറയാൻ. നോ നോ, ആരോടും എക്സ്ക്യൂസ് പറഞ്ഞിട്ടില്ല. സുമേ, ആയക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. Come on. അവര് തമ്മിൽ വലിയ കൂട്ടാണല്ലേ? നമ്മളെപ്പോലെ അല്ലേ? അയ്യോ, ഉമ്മ വെക്കുന്നു. അമ്മയും കുഞ്ഞുമായിരിക്കും അല്ലേ? ദീപു, ദേ രണ്ട് പൂമ്പ്. എന്ത് ഭംഗി. സുമേ, നീ അതിലൊരെണ്ണം എടുത്തെടുക്ക്. സുമേ, ജീൻസ് നനയരുത്. സുമേ, ജീൻസ്. എന്താ കുട്ടമ്പള ചേട്ടാ? മമ്മി ആശുപത്രിയിലാ മോളെ, പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. മമ്മി ദീപു, എന്താ ഇത്? ഓ, സുമയുടെ ചിത്രം. ഓനോ, ഞാൻ വെറുതെ. ദീപു വരയ്ക്കുന്നത് ഞാൻ കൂടി ഒന്ന് കാണട്ടെ.
ഡോക്ടർ, സുശീലയ്ക്ക് ബോൺ TB ആണ്. അറിയിക്കാതെ വെച്ചത് ഏറെ അപകടമായിട്ടുണ്ട്. Don't worry. I will try my best. ആ പേഷ്യന്റിന് വളരെ കൂടുതലാ. സുശീലേ, എന്റെ നാട് എണ്ണപ്പെട്ട് കഴിഞ്ഞു ചേട്ടാ. ഈ രോഗം എന്നെയും കൊണ്ട് പോകാൻ വന്നതാണ്. എന്തിനാ അങ്ങനൊക്കെ പറയുന്നത്? നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടല്ലോ. ഓ, ട്രീറ്റ്മെന്റ്. എന്റെ പേർക്ക് അങ്ങനെയും കുറെ പണം ചേട്ടന് ചെലവാകും. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, അത് മാത്രം ചേട്ടൻ സാധിച്ചു തന്നാൽ മതി. നീ എന്തായി പറയുന്നത്? സുമേ, ദീപു താലി കെട്ടുന്നത് എനിക്ക് കാണണം. ഉടനെ വേണം ചേട്ടാ. ഈ കുന്തം ചുറ്റിട്ട് എനിക്ക് ശ്വാസം വിടാൻ മേലെ. അവളെടുത്തിട്ട് 2 പ്രാവശ്യം കുത്തഴിഞ്ഞു പോയി. കല്യാണപ്പന്തലിൽ വെച്ച് മുണ്ടഴിഞ്ഞു പോയിരുന്നെങ്കിൽ ആകെ ഷെയ്മായനെ. ഞാൻ ചെയ്തത് തെറ്റാണ്. No, no.
സുമ അറിഞ്ഞാലേ ഇത് തെറ്റാകുകയുള്ളൂ. അറിഞ്ഞാൽ അപകടവുമാണ്. ആയാ ദീപുവിനോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ദീപു വിവാഹിതനായി. ഇനി ദീപുവിനെ നോക്കാൻ സുമയുണ്ട്. അതിന് എന്നെ പറഞ്ഞയക്കാൻ ദീപു അനുവദിക്കരുത്. ഞാൻ പഠിച്ചു വളർന്ന സാഹചര്യം എന്നെ മദ്യത്തിനടിമയാക്കി. ഒപ്പം വികാരത്തിനും. എന്റെ തെറ്റിലൂടെയാണെങ്കിലും ദീപുവിൽ നിന്ന് തന്നെ മാറിയിരിക്കുന്നു. ഇതെന്റെ പേഴ്സണാലിറ്റി ഡിവിഷൻ ആയിരിക്കാം. ഐ എം സോറി. ബട്ട് ദീപു, I can't miss you. I can't miss you. സുമ, കോഫി. സുമ, ഫുഡ് ഞാൻ വിളമ്പിക്കൊള്ളാം. ദീപുവിന്റെ ഇഷ്ടങ്ങൾ എനിക്കേ അറിയൂ. ദീപുവിന്റെ ഇഷ്ടങ്ങൾ ഇനി മുതൽ ഞാൻ അറിയണ്ടേ? നോ നോ, സുമ കൂടി ഫുഡ് കഴിക്കൂ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. സുമ ഇരിക്കും, നമുക്ക് കാപ്പി കുടിക്കാം. ദീപു, ദിവസങ്ങൾക്ക് മുൻപ് വരെ ഞാനൊരു പൊട്ടിപ്പെണ്ണായിരുന്നു. ഇന്ന് ഞാനൊരു ഭാര്യയാണ്. ഒരു ഭാര്യയുടെ കടമകൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഭർത്താവ് ഉണർന്നാൽ കാപ്പി കൊടുക്കുക, കുളി കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക, ഭർത്താവുമായി. ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എനിക്കത് ഇഷ്ടമല്ല. നിനക്കായോട് പിണക്കമാണോ? എന്തിനാ? വിവാഹത്തിന് മുൻപ് വരെ നമുക്ക് എന്തൊരു സ്വാതന്ത്ര്യമായിരുന്നു. എന്നാൽ ഇപ്പോ എനിക്ക് കൂട്ടിലടയ്ക്കപ്പെട്ടതുപോലെ തോന്നുന്നു. നിന്റെ തോന്നല. കുട്ടികൾ എങ്ങനെയുണ്ട്? വിവാഹം കഴിഞ്ഞ് അവരെയും ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല. യാത്ര തന്നെ യാത്ര. അവർക്കൊരു കുഴപ്പവുമില്ല സർ. ഞാൻ അവരെ ആത്മാർത്ഥമായി നോക്കുന്നുണ്ട്. ആ മണവാളനും മണവാട്ടിയും. ചെല്ല, കുട്ടികൾക്ക് എന്താ ഒരു മൂടില്ലാത്തത്? ദീപുവിന് നല്ല മൂടായിരുന്നല്ലോ സർ. സുമേ, മോക്ക് എന്തു പറ്റി? വല്ല അസുഖവും? ഇവരിങ്ങനല്ലായിരുന്നല്ലോ. വിവാഹം കഴിഞ്ഞതിന്റെ പകുതിയായിരിക്കും സർ. ചെല്ല, ഒരു കാര്യം ചെയ്യൂ. കുട്ടികളെയും കൊണ്ട് നമ്മുടെ അക്കരച്ചിറയിലെ ബംഗ്ലാവിലേക്ക് ചെല്ല്. കുറെ ദിവസം ഒന്ന് ചുറ്റി അടിച്ച് കുട്ടികൾക്കൊരു മൂടാകട്ടെ.
വേണമെന്നില്ല അങ്കിൾ. നോ, അങ്കിള് പറയുന്നത് കേട്ടാ മതി. എന്തായേ? You are too tired. ഇനി ഞാൻ ഓടിക്കാം. സുമ അവിടെ ഇരുന്നു കൊള്ളൂ. സുമേ, വേഗം ഓടിക്കൂ. രക്ഷപ്പെട്ടു. ഇനി ആ അരിച്ചു തിരക്കിയാലും നമ്മളെ കാണൂല. ഇനി വൈകിട്ട് നമുക്ക് തിരിച്ചു പോയാൽ മതി. നമ്മളെ കാണാനായ വരണ്ടു പോകും. നിങ്ങൾ ആയ വെട്ടിച്ചു പോന്നപ്പോ ആയ ഷോർട്ട്കട്ടിൽ ഇവിടെ എത്തി. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. ആ ഇന്ന് എന്നെ പറഞ്ഞു വിടണം. നമ്മൾ എങ്ങനെ പറയും സുമേ? ഡാഡിയല്ലേ പറയണ്ടേ? അവർക്ക് ശല്യം കൊണ്ട് ഞാൻ മടുത്തു. എനിക്ക് ദീപനോട് മിണ്ടാൻ പോലുള്ള സ്വാതന്ത്ര്യം അവർ തരുന്നില്ല. നോക്കുന്നിടത്ത് തിരിയുന്നിടത്ത് എല്ലാം അവർ കയറി വരും. അങ്കിൾ വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. വേണ്ട സുമേ, ഡാഡിയോട് പറയണ്ട. പിന്നെ ഞാൻ പറഞ്ഞോളാം. അവരെ പറഞ്ഞയച്ചില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. ആയ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തുവെന്നാണ് സുമയുടെ പരാതി. അതുകൊണ്ട് ആയ ഇവിടുന്ന് പോണം, ഇല്ലെങ്കിൽ എന്റെ സുമ അവളുടെ വീട്ടിൽ പോകും. നോ നോ, ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. ഡാഡി പറയുകയാണെങ്കിൽ നിങ്ങൾ പോയില്ലേ? അപ്പോൾ ആയക്ക് ഡാഡിയോട് ചിലത് പറയാൻ കാണും. എന്തു പറയാൻ? ദീപു, ഡോണ്ട് വറി, ഞാൻ ഗർഭിണിയാണ്. ഇപ്പോൾ 3 months. എന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ ദീപു ആണ്. സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോൾ ശരീരം മുലയാൻ പാടില്ല. ദീപു, ഞാൻ പറയുന്നത് അനുസരിക്കും, അല്ലെങ്കിൽ ഇത് സുമാരിയും ഡാഡി അറിയും, നാട്ടുകാരൊക്കെ അറിയും.
Aya, please help me. നടന്നു ദീപുവിനെ ആയ രക്ഷിക്കും. കമോൺ, ഇനി ആയ പറയുന്നത് പോലെ ചെയ്തു കൊള്ളണം. എടുക്കൂ, എടുക്കൂ, അറിയാം. Come on. ശാന്ത എവിടെ? ആരടി വന്നത്? യു
ഇവിടെ മറവ് ചെയ്തരാ പറയടാ പറയടാ അറസ്റ്റ് എന്ത് പറ്റി? സ്വപ്നം കണ്ടോ? എന്താ സുമേ? ആയിക്കിന്നെന്താ പതിവില്ലാത്ത ഉറക്കം? വല്ലാത്ത ക്ഷീണം. ശാന്ത എവിടെ? എത്ര വിളിച്ചിട്ടും കാണുന്നില്ലല്ലോ. അവൾ എവിടെ പോയി? ശാന്തേ, ശാന്തി, ശാന്തേ, ശാന്തി, എന്തി? I don't know. ഇവിടെ തന്നെ കാണണമല്ലോ. ശാന്തേ, ശാന്തി, ശാന്തയുടെ കത്ത്. ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കരുത്. എന്നെ ശാന്ത. എന്റെ ഓർണമെന്റ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ആയ ശരിക്കും നോക്ക്. എന്റെ ചെയിനും സാരിയും എല്ലാം കൂടി 10,000 എല്ലാം കൊണ്ടുപോയല്ലോ. ശാന്ത മോഷ്ടിക്കാൻ എനിക്ക് വിശ്വാസമില്ല. സുമേ, വന്ന ദിവസം ശാന്ത ഞാൻ മനസ്സിലാക്കിയതാണ്. അവൾക്കൊരു കള്ള ദൃഷ്ടിയുണ്ട്. ദീപോ, ദീപോ, ശാന്ത ഒളിച്ചോടി പോയി. ആയയുടെ മാലയും സാരിയും ഒക്കെ മോഷ്ടിച്ചു. ദീപ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്യും. ഫോൺ ചെയ്ത് ദീപു. മോഷണം ചെയ്തവളെ വെറുതെ വിട്ടൂടാ. നമ്മൾ അവൾക്ക് ഇവിടെ എന്ത് സ്വാതന്ത്ര്യം കൊടുത്തതാണ്? അങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവളെ അറസ്റ്റ് ചെയ്തേനെ. ദീപുവിന് ഒരു ഫീലിംഗും ഇല്ലല്ലോ. ഞാൻ ഫോൺ ചെയ്തോളാം. മാറ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇത് MG മേനോന്റെ വീട്ടിൽ നിന്നാണ്. ഇവിടെ നിന്ന് വേലക്കാരി ഇന്നലെ രാത്രി ഒളിച്ചുപോയി. 10,000 രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചു. പ്ലീസ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. താങ്ക് യു. ആയാ, കോപ്പി റെഡി ആയോ? ആയിട്ടില്ല. എങ്കിൽ വേഗം വേണം. എന്താ ഇത്ര അർജന്റ്? ഞങ്ങൾക്ക് ഇന്ന് ബീച്ചിൽ നിന്ന് പോണം. എന്തിന്? ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു. വെറുതെ ഒന്ന് ചുറ്റി രസിച്ച് വരാം. സുമേ, ഞാൻ ഇവിടുത്തെ വെറും ഒരു അടുക്കളക്കാരിയല്ല. എന്റെ പ്രൊഫഷന്റെ സ്റ്റാറ്റസ് കീപ് ചെയ്ത് സംസാരിക്കണം. ഞാൻ ദീപന്റെ ഭാര്യയാണ്. എന്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തേ എനിക്ക് സംസാരിക്കാൻ കഴിയൂ. അതെന്റെ സ്റ്റാറ്റസിനെ ചോദ്യം ചെയ്തുകൊണ്ടാക്കരുത്. നിങ്ങൾ ഇവിടുത്തെ ആയയാണ്. ആയയുടെ ജോലി പരിചരണമാണ്. അത് നിങ്ങൾ ചെയ്തിരിക്കണം. എന്നെ പഠിപ്പിക്കണ്ട. ദീപുവിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് വേണ്ടത് ഞാൻ ചെയ്തുകൊള്ളാം. ആ ഇഷ്ടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. നോ നോ, എന്റെ പ്രൊഫഷൻ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റാരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ എനിക്ക് പ്രശ്നമല്ല. എന്റെയും ദീപുവിന്റെ ഇഷ്ടങ്ങൾ ഒരുപോലെ സാധിച്ചു തരാമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ അങ്കിൾ വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഔട്ട്.
എന്റെ വീട്ടിലേക്ക്. നീ പോകരുത്. സുമയ്ക്ക് ദീപുവിനേക്കാൾ ചോണയുണ്ട്. നീ പോകരുത്. നീ പോകരുത്. ഞാൻ പോകും. ദീപു മാറി നിൽക്ക്. നീ പോകുമല്ലേ? എന്താണിത്? നോൺസെൻസ്. Come on, Sumi. Come on. മാറി നിൽക്ക്. ഹലോ, അങ്കിളാണോ? നാളെ രാവിലെ വരുമെന്നോ? ആ ആ, ഓക്കെ അങ്കിൾ. ഹലോ, എന്ത്? സുമയുടെ അമ്മയ്ക്ക് സീരിയസോ? സർ വന്നിട്ടില്ല. സുമ ഉടനെ വരണമെന്നോ? മോളെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നിന്റെ മമ്മിയും ഡാഡിയും അങ്കിളും എല്ലാം ഞാനാ. വരൂ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇല്ല അങ്കിൾ, ഞാൻ വരില്ല. മമ്മിയുടെ ഓർമ്മകളുമായി നീ തനിയെ വിടുന്ന കരയാൻ ഞാൻ സമ്മതിക്കില്ല. വരൂ.
അങ്കിൾ എന്നെ വിളിക്കരുത്. എനിക്ക് കരയണം, പൊട്ടി പൊട്ടി കരയണം. എനിക്കിനി കരയാനല്ലേ ഉള്ളൂ. എങ്കിൽ ദീപു ഇവിടെ നിൽക്കട്ടെ. സുമേ, സുമേ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ എല്ലാരോടും ക്ഷമിച്ചിരിക്കുന്നു. ആയി എന്നെ അടിമയാക്കിയെന്നറിയാം. ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല. നല്ലത്. സുമ വീട്ടിലേക്ക് വരണം, ഇല്ലെങ്കിൽ ഡാഡി എന്നെ വീട്ടിൽ കയറ്റില്ല. ഡാഡിയോട് ഞാൻ പറയുമെന്ന് ദീപ് പേടിക്കണ്ട. ഡാഡി അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ദീപ് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ. ദീപ് പോകും. ഞാൻ എന്റെ മമ്മിയുടെയും ഡാഡിയുടെയും ഓർമ്മകളുമായി ഇവിടെ കഴിഞ്ഞുകൊള്ളട്ടെ. ഇല്ല, നീ എന്നെ പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ ആയെ പിരിച്ചുവിടണം. വേണ്ട സുമേ, ആയെ പിരിച്ചുവിടണ്ട. എങ്കിൽ ദീപുവിന്റെ ഭാര്യ സുമയല്ല, ചെല്ലയാണ്. സുമേ, ക്ഷമിക്കൂ ദീപു. എന്നെ താലി കെട്ടിയിട്ട് മറ്റൊരുളുമായി ഉറങ്ങുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല ദീപു. എനിക്ക് ശക്തിയില്ല, ശക്തിയില്ല. മോളെ, കുട്ടമ്പിള്ള ചേട്ടാ, എന്താ കുട്ടമ്പിള്ള വിശേഷം? എന്ത്? നിങ്ങൾ എന്തായി പറയുന്നത്? Stella! Stella! സാറിനെ വിളിച്ചോ? സാറിന് എന്ത് സംഭവിച്ചു? നിനക്ക് വീട് വിട്ട് പുറത്തു പോവാ. യു ആർ ഡിസ്മിസ്ഡ്. കാരണമില്ലാത്തൊരു ഡിസ്മിസൽ ശരിയല്ലല്ലോ സർ. നോ റീസൺ, നോ മാറ്റർ. യു ഗെറ്റ് ഔട്ട്. ബുദ്ധിമുട്ടുണ്ട് സർ. ഇനി ഇവിടെ നിന്ന് നിന്നെ ഷൂട്ട് ചെയ്യും. ഐ വിൽ ഷൂട്ട് യു. ആ സേഫിൽ റിവോൾവർ ഇല്ല സർ. അതിലുണ്ടായിരുന്ന ഒരു ബുള്ളറ്റ് കൊണ്ടാണ് ഈ വീട്ടിലൊരു കൊലപാതകം നടന്നത്. വാട്ട്? അതെ, സാറിന്റെ മകൻ ദീപു ശാന്തയെ കൊന്നത്. ഒരു കുടുംബം തകരാതിരിക്കാൻ അവൾ ഒളിച്ചു പോയതായി ഞാനാണ് വരുത്തി തീർത്തത്. കള്ളം, പച്ചക്കള്ളം. സംശയിക്കണ്ട സർ. വാഴത്തോപ്പിലെ ശവക്കുഴി ശാന്തയുടേതാണ്. നീ പറയുന്നത് സത്യം. ഒരു ദിവസം ഞാൻ ദീപുവുമായി അല്പം പിണങ്ങേണ്ടി വന്നു. ശാന്ത, നിനക്ക് പനിയല്ലേ? എന്നിട്ടാണ് ഈ തണുപ്പടിച്ച് കിടക്കുന്നത്? വരൂ, വന്നെന്റെ ബെഡിൽ കിടക്കൂ. വേണ്ട. Come on, girl. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ ഫ്രീ ആണ്. വരൂ, ഞാൻ നിനക്ക് മെഡിസിൻ തരാം. അയ്യോ വേണ്ട. നോ നോ, come on.
നിന്നെ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. സാർ എന്നെ കൊന്നാലും ഇത് പുറത്തു വരും. എന്റെ മകനെ ഞാൻ രക്ഷിക്കും. ലക്ഷങ്ങൾ ചെലവാക്കിയാൽ അവന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും. അങ്ങനെയാണെങ്കിൽ സാർ എന്നെയും രക്ഷിക്കണം. അതെ സാർ, ഞാൻ ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ ദീപുവാണ്. സ്റ്റെല്ല, പ്ലീസ്. എന്റെ മക്കളെ ഞാൻ ഒന്നാക്കാം. എന്റെ സുമയെ ഞാൻ വിളിച്ചുകൊണ്ട് വരും. ഇന്ന് തന്നെ അവർ തമ്മിൽ പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മോളെ സുമേ. അങ്കിൾ വിളിച്ചോ? ആ, വിളിച്ചു. അങ്കിളിന് ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്താണ് അങ്കിൾ? ദീപയുടെ ദീപു ഉണർന്നിട്ടില്ല. വെരി ഗുഡ്. ഇപ്പൊ ഉണരണ്ട. നിനക്ക് ഒരു ആന്റി ഉണ്ടാകാൻ പോകുന്നു. അങ്കിൾ? അതെ, ഇത്രയും നാൾ അങ്കിൾ ദീപുവിന് വേണ്ടി ജീവിച്ചു. ഇനി ദീപുവിനെ നോക്കാൻ നീയുണ്ട്. അങ്കിളിന് ഇനി അല്പ സ്വൈര ജീവിതം ആവശ്യം. ആരാണ് അങ്കിൾ ആന്റി? മിസ് സ്റ്റെല്ല. അങ്കിൾ, വേണ്ട അങ്കിൾ, അവൾ ചീത്തയാണ്. ഞാൻ സമ്മതിക്കില്ല. അങ്കിൾ, അങ്കിൾ. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. അങ്കിൾ, ഞാൻ പറയുന്നത് കേൾക്കൂ. വേണ്ട അങ്കിൾ, പ്ലീസ്. അങ്കിൾ. സ്റ്റെല്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അങ്കിൾ മാരേജ് ചെയ്യാൻ പോണു. അതെ ദീപു. ആയില്ലേ? Very beautiful. ഡാഡി മരിച്ചത് നമ്മൾ ജീവിക്കാനാണ്. നിയമത്തിന്റെ മുൻപിൽ നമുക്കെല്ലാം തുറന്നു പറയാം. വരൂ.
വരൂ. ദീപു.